ഹായ് ഗൈസ്, ഈ ഒഴിവ് ദിവസം ഞാൻ അമ്മ വീട്ടിൽ 2 ദിവസം താമസിക്കാൻ പോയി. അമ്മാവൻ എനിക്ക് കുറച്ച് ചേമ്പിൻ്റെ തൈകളും 2-3 വാഴക്കന്നും തന്നിരുന്നു. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ 2 സാധനങ്ങളും നടലാണ്. ഇന്നലെ വെട്ടി വെച്ചേക്കണതുകൊണ്ട് തന്നെ കുറച്ച് ഇതൊക്കെയുണ്ട്, വാട്ടമൊക്കെ ചേമ്പിനൊക്കെ വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ചേമ്പ് നടാം. എന്നിട്ട് ഞാനൊരു ചെറിയൊരു കുഴി അവിടെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്തിരി കൂടി അതിന് ആഴം വരുത്തിക്കാനുണ്ട്. ആ കോഴി എവിടെന്നോ പറന്നു വന്നതാ. 2 ദിവസമായിട്ട് ഇവിടെയാ താമസമൊക്കെ. ആ കോഴിക്കോട്ടിൽ കോഴിനെ നമ്മൾ പണ്ടേ നിർത്തിയിട്ടുള്ളതായിരുന്നു. ഇപ്പം എന്തോ ആവോ, അവർ ഒരുത്തി ഇങ്ങോട്ട് വന്ന് ഇവിടെ താമസം തുടങ്ങി. ആരുടെയാണാവോ? അയൽപ്പക്കത്തിലുള്ള ആരുടെയും അല്ല എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മൾ കുഴി ഇത്തിരി കൂടിയും ആഴത്തിൽ കുഴിച്ചുകൊണ്ടിരിക്കുക. വേറെ ഉള്ളതുകൊണ്ടൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ചാരമൊക്കെ എടുത്ത് വെതറി കൊടുത്തു. അതിനുശേഷം കണ്ണി കണ്ട ചപ്പും ചവറൊക്കെ കൊണ്ട് അതിലിടുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് മര്യാദയ്ക്ക് വെച്ച് കൊടുത്ത് മണ്ണിട്ട ചപ്പും ചവറൊക്കെ മൂടിയതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വയ്ക്കണത്. നമ്മൾ മൂടൽ തുടങ്ങി ശേഷം ഇങ്ങനെ വാരം കുറഞ്ഞ പോലെ സൈഡിൽ നിന്ന് വെട്ടി മുകളിലേക്ക് ഇടാം. അപ്പോൾ ഈ കുറച്ച് നാൾ കഴിയുമ്പോൾ മണ്ണിൻ്റെ അടിയിൽ ഇടുന്ന ചപ്പ് ചവറൊക്കെ വള്ളമായി മാറും. അപ്പോൾ അത് നല്ലതാവും മണ്ണിനും ഈ ഇതിനൊക്കെ എല്ലാത്തിനും. പക്ഷെ നമ്മളതിൻ്റെ കള്ളിയും കട്ടയും അതൊക്കെ നമ്മൾ കാട്ടിക്കളഞ്ഞു, നല്ല ലെയറായിട്ട് വെച്ചു. പക്ഷെ നമ്മൾ ഒരു ഏറ്റവും വലിയ ഇത് തന്നെ നമ്മൾ ആദ്യം വെച്ചു, ചേമ്പിൻ്റെ തൈ. ശേഷം ഒന്നൊന്നായി നമ്മൾ ഇറക്കി വെച്ചു. ഇത് വയ്ക്കണമെന്ന് പറഞ്ഞൊരു കുഴി എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഈ ചേമ്പ് വയ്ക്കും. അതിന് ശേഷമാണ് നമ്മൾ ചാരിടുക. അതിൻ്റെ അകത്തേക്ക് ചാരിടും. എന്നിട്ട് അത് മൂടും. നല്ല വാട്ടുണ്ട്, മിഞ്ഞാന്ന് പറിച്ച് വെച്ചേക്കണോണ്ട്. സൈഡിൽ നിന്ന് മണ്ണൊക്കെ നമ്മൾ കോരിയിടുന്നുണ്ട് ഉള്ളിലേക്ക്. കോഴി എൻ്റെ കൂടെ തന്നെ എപ്പോഴും നടക്കുക. അമ്മ ചായ കുടിക്കാറായി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചായ കുടിച്ചിട്ട് ബാക്കി കാര്യം എന്ന് പറഞ്ഞ് ചായയും കുടിക്കാൻ തുടങ്ങി. പിന്നെ നമ്മളടുത്ത വാഴക്കുഴി കുത്താൻ പോയി. മഴയൊക്കെ മാറിയതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായി. മണ്ണൊക്കെ ചെറുതായിട്ട് തറഞ്ഞു. എന്നാലും നമ്മൾ വിട്ടുകൊടുത്തില്ല, നമ്മൾ പടച്ചു. നമ്മൾ ഇത്തിരി ആഴത്തിലൊക്കെ കുഴിച്ച് വന്നു. പിന്നെ ആ വേരൊക്കെ ഉണ്ടാ ആ പ്ലാവിൻ്റെ ഇടയ്ക്ക് ചെയ്തോണ്ടാ ഇതേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. പ്ലാവിൻ്റെ ഇടയ്ക്ക് ചെയ്തോണ്ട് വേറുള്ള നമ്മൾ നടുക്കൊരു ആഴത്തിലൊരു കുഴി കൊടുത്ത് ഈ കന്ന് വയ്ക്കാനുള്ളത്. ഇത് നല്ല ബുദ്ധിമുട്ടായി. കാരണം എന്താ വെച്ചാൽ ഇത് ആ വേര് തടഞ്ഞിക്കുക. അതുകൊണ്ടാണ് കേട്ടോ അത് തടഞ്ഞിക്കണായിരുന്നു. പിന്നെ നമ്മളത് കൈക്കോട്ട കൊണ്ട് ചെത്തിക്കളഞ്ഞു. എന്നിട്ട് വീണ്ടും നമ്മൾ കള തുടങ്ങി. കടക്ക് ചെയ്തുകൊണ്ട് പ്ലാവിൻ്റെ കുഴപ്പമില്ല. നമ്മൾ നമ്മുടെ പൂവങ്കന്ന് അങ്ങോട്ട് ഇറക്കി വെച്ചു മണ്ണിക്ക്. പിന്നെയാണ് മനസ്സിലായ ചാറിടാൻ മറന്നു. അത് പിന്നെ ചാരം ഇട്ട് മൂടി. പിന്നെ നമ്മൾ സൈഡിൽ നിന്ന് ഇത്തിരി മണ്ണ് വെട്ടിയിട്ടുണ്ട്. കാരണം ഇത്തിരി ഉറപ്പിനും ഒരു ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സൈഡിൽ നിന്ന് മണ്ണ് വെട്ടിയിടും. പിന്നെ നമ്മൾ കണ്ട ചപ്പും ചവറൊക്കെ വയറുണ്ട് ഇതിൻ്റെ കടയ്ക്ക് കൊണ്ടിടാൻ. നല്ല ഈർപ്പവും നനവും കിട്ടും, തണവും കിട്ടും. പിന്നെ അത് മൂടിക്കഴിയുമ്പോൾ അത് വളമാണ്. അതുകൊണ്ട് അത് നമ്മളത് കൊണ്ടിട്ടു. അപ്പോൾ ബൈ ഗൈസ്, പിന്നെ